ഇന്ന് നമ്മൾ റെഡിയാക്കണത് നമ്മുടെ അമൃതം പൊടി വെച്ച് അടിപൊളിയായിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ്. ഇത് നല്ല ജ്യൂസിയാണ്, അതുപോലെ വായിലിട്ടാൽ അലിഞ്ഞു പോണ തരത്തിലുള്ള സ്വീറ്റാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകും. തയ്യാറാക്കാനും നല്ല എളുപ്പമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഒരു സ്വീറ്റ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ആദ്യം നമുക്ക് എടുക്കേണ്ടത് റവയാണ്. വറുത്ത റവയോ വറുക്കാത്ത റവയോ എന്തായാലും കുഴപ്പമില്ല. ഞാനിവിടെ 1/2 കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു പാൻ എടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യുടെ അളവ് കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല, കുറഞ്ഞു പോകരുത് കേട്ടോ. ഇനി നെയ്യൊക്കെ നല്ലപോലെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന റവയില്ലേ, അതങ്ങ് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 കപ്പ് അമൃതം പൊടിയും കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ടെടുക്കാം. ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുകയും വേണം. ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ഇതിൽ ചെറുതായിട്ട് കണ്ടോ കട്ടയൊക്കെ ഉണ്ടാവും. അതൊന്നും സാരമില്ല, നമ്മളിത് മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് അത് ശരിയായിക്കോളും. 4-5 മിനിറ്റൊക്കെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അമൃതം പൊടിയും റവയൊക്കെ മൂത്ത നല്ലൊരു സ്മെല്ല് വരും. അതുപോലെ ചെറുതായിട്ട് കളറും ഒന്ന് മാറിയിട്ടുണ്ടാവും. നമ്മളിത് നെയ്യിൽ റോസ്റ്റ് ചെയ്തെടുക്കണം കൊണ്ട് നെയ്യുടെ നല്ലൊരു ഫ്ലേവറും കൂടെ ഇതിനുണ്ടാവും. ഈ ഒരു പാകമായാൽ മതി. ഇനി ഇതിലേക്ക് ചേർക്കണത് 1/2 കപ്പ് പാലാണ്. പാലൊഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരും. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഇത് ആദ്യം ഇങ്ങനെ മിക്സ് ചെയ്യാനായിട്ട് നോക്കണ സമയത്ത് ആകെ കട്ട പിടിക്കണ പോലെ തോന്നും. പക്ഷേ ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും ശരിയായിക്കോളും. ഇത് റെഡിയാക്കാനായിട്ട് മെഷർമെൻറ്റ് കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിലെ ഏതെങ്കിലും ഗ്ലാസ്സോ പാത്രമോ അങ്ങനെ എന്തെങ്കിലും എടുത്താൽ മതി. എല്ലാ അളവുകളും അതിൽ തന്നെ ഒന്ന് അളന്നെടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഒത്തിരി സമയമൊന്നും എടുക്കില്ല. 2-3 മിനിറ്റൊക്കെ ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് കുറുകി വരാനായിട്ട് തുടങ്ങും. ഈ ഒരു പാകത്തിലാണ് കേട്ടോ നമുക്കിത് കിട്ടേണ്ടത്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് ചൂട് പോകാനായിട്ട് ഇവിടെ മാറ്റി വയ്ക്കാം. ചൂട് പോയി കഴിഞ്ഞാൽ നമുക്കിത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നല്ലോണം പോയിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു സ്വീറ്റിന് നല്ല ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതിലേക്ക് ചേർക്കണത് 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ്. നമ്മൾ കുറച്ച് ചൂടുള്ള മാവിലേക്കൊക്കെ ആണെങ്കിൽ പാൽപ്പൊടി ഇട്ട് കൊടുക്കണതെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഈ പാൽപ്പൊടിയൊക്കെ കട്ട പിടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചൂട് പോയി കഴിഞ്ഞിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മെൽറ്റാക്കി എടുത്തിട്ടുള്ള നെയ്യും നമ്മുടെ ഈ ഒരു സ്വീറ്റിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതിങ്ങനെ നല്ലപോലെ കുഴച്ചെടുക്കണേ. നന്നായിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ ഒരു സ്വീറ്റ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റാണ്. നമ്മൾ ഈ ചേർത്തിട്ടുള്ള അമൃതം പൊടിയുടെ ഒരു ടേസ്റ്റും തന്നെ നമ്മുടെ ഈ ഒരു സ്വീറ്റിന് ഉണ്ടാവില്ല. ഒരു തവണയിലും ഇതുപോലെയൊന്ന് തയ്യാറാക്കി നോക്കണേ. നമ്മുടെ ചാനലിൽ അമൃതം പൊടി വെച്ചിട്ട് കുറേ നല്ല റെസിപ്പീസൊക്കെ ഉണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 1/4 ടീസ്പൂണിലും കുറച്ച് കുറവായിട്ട് ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കാം. എന്നിട്ടിത് ഒന്നും കൂടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിവിടെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പാക്കിയിട്ടെടുക്കാം. ഇനി ഈ മാവിൽ നിന്നും കുറച്ചിങ്ങനെ എടുത്ത ശേഷം നമുക്കിതിന് ഇഷ്ടമുള്ള ഷേപ്പ് കൊടുക്കാം. സിലിണ്ടറിക്കൽ ഷേപ്പോ റൗണ്ട് ഷേപ്പോ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കണം തോന്നിക്കഴിഞ്ഞാൽ കയ്യിൽ കുറച്ച് ഓയിലോ നെയ്യോ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. ഞാൻ ഈ ഷേപ്പാണ് കേട്ടോ ഇതിന് കൊടുക്കണത്. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ചെയ്തിട്ടെടുക്കാം. ഇതിനിവിടെ ഒന്ന് മാറ്റി വയ്ക്കാം. ഈ സമയം നമുക്ക് നമ്മുടെ ഈ ഒരു സ്വീറ്റിലേക്കുള്ള ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കണം. അതിനായിട്ടൊരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് നല്ലൊരു ഫ്ലേവർ കൂടെ കിട്ടാനായിട്ട് 2 ഏലക്ക ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്താൽ മതി. നമുക്ക് ഈ ഷുഗർ സിറപ്പ് ഒറ്റനൂൽ പരുവമില്ലേ, അതൊന്നും ആകേണ്ട ആവശ്യമില്ല. ഈ പഞ്ചസാരയൊക്കെ ഇതിൽ ജസ്റ്റ് ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. പഞ്ചസാരയൊക്കെ നല്ലപോലെ അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കണത് 1/2 ടീസ്പൂൺ റോസ് വാട്ടറാണ്. റോസ് വാട്ടർ ചേർക്കണം നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ചേർക്കണത് 1/2 ടീസ്പൂൺ ലെമൺ ജ്യൂസാണ്. ലെമൺ ജ്യൂസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഷുഗർ സിറപ്പിന് ചെറിയൊരു പുളിരസം ഉണ്ടാവും. ഈ ലെമൺ ജ്യൂസും ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി. ചേർത്ത് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു സ്വീറ്റ് റെഡിയാക്കാനായിട്ട് ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ഇത് നമുക്കങ്ങ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം.
ഇനി ഇത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. നമ്മളിപ്പോൾ മാവൊക്കെ നല്ലപോലെ കുഴച്ചെടുത്തിട്ടല്ല ഇത് റെഡിയാക്കണതെങ്കിൽ പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ സംശയമൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ആദ്യം ഒരെണ്ണം ഇട്ട് കൊടുത്ത് നോക്കുക. എന്നിട്ട് പൊട്ടിപ്പോവാണെന്ന് തോന്നുവാണെങ്കിൽ നമ്മുടെ മാവ് പിന്നെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് വീണ്ടും ഉണ്ടാക്കിയാൽ മതി. ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒത്തിരി എണ്ണ വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണേ കഴിഞ്ഞും ഒന്നും കൂടെ നല്ലത് ഇതുപോലെ കുറച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണതാണ്. അതുപോലെ ഫ്ലെയിമും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തത് നല്ലപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ദാ ഈ ഒരു പാകമായാൽ മതി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എല്ലാം തന്നെ നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഷുഗർ സിറപ്പില്ലേ ഇതിലേക്കാണ്. ഇനി ഇതൊന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഇട്ട് കൊടുക്കുന്ന സ്നാക്കിനും നമ്മുടെ ഈ ഷുഗർ സിറപ്പിനും നല്ലപോലെ ചൂടുണ്ടാവണം. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു സ്നാക്ക് ഷുഗർ സിറപ്പൊക്കെ നല്ലോണം അബ്സോർബ് ചെയ്യുള്ളൂ. നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുത്ത് വരണ സമയത്ത് നമ്മുടെ ഈ ഒരു ഷുഗർ സിറപ്പിന് ചൂട് കുറവാണെങ്കിൽ വീണ്ടും ഷുഗർ സിറപ്പ് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇതിങ്ങനെ ഒത്തിരി നേരമൊന്നും ഷുഗർ സിറപ്പിൽ മുക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. 10 മിനിറ്റൊക്കെ ആകുമ്പം തന്നെ നല്ല ജ്യൂസി ആയിട്ടും സോഫ്റ്റായിട്ടും നമുക്കിത് കിട്ടും. 1-2 മണിക്കൂറൊക്കെ ഇതിലിങ്ങനെ കുതിർത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് നല്ല ജ്യൂസിയുമാണ്, അതുപോലെ നല്ല സോഫ്റ്റുമാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെയും കഴിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഗുലാബ് ജാമൊക്കെ കഴിക്കില്ലേ ഷുഗർ സിറപ്പിൽ മുക്കി വെച്ചിട്ട്, അങ്ങനെയും നമുക്കിത് കഴിക്കാം. ഇതാ ഇപ്പോൾ ഇങ്ങനെ കഴിക്കണേലും ഒന്നും കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അരമണിക്കൂറൊക്കെ ഒന്ന് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോഴാണ്. നല്ല രുചിയുള്ള ഈ ഒരു സ്വീറ്റ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാകും. ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയാൻ മറക്കല്ലേ. താങ്ക്